ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ആര്യ. സോ നമ്മളിന്ന് പോകുന്നത് സൗദി അറേബ്യ ജിദ്ദയിൽ നിന്നും തായിഫ് എന്ന സിറ്റിയിലേക്കാണ്. പോകുന്ന വഴി മരുഭൂമിയിൽ കൂടിയായിരുന്നു ഞങ്ങൾ പോയിരുന്നത്. പോകുന്ന വഴി ഞങ്ങൾ ഒട്ടകത്തിനെയും അതുപോലെ തന്നെ ആടിനെ മേയ്ക്കുന്ന സ്ഥലവും കണ്ടായിരുന്നു. ശരിക്കും നമ്മൾ ആടുജീവിതം എന്ന സിനിമയിൽ നമ്മൾ കാണൂലേ, അതായത് ആടിനെ മേയിച്ച് നടക്കുന്ന കുറേ ആൾക്കാർ, അതേപോലത്തെ ഒരു ഫീലായിരുന്നു. ശരിക്കും സങ്കടം തോന്നും കേട്ടോ അവരുടെ ലൈഫൊക്കെ. പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സായിട്ടായിരുന്നു പോയിരുന്നത്. റിയാസിക്ക, ഗോഗു, അഖിൽ ചേട്ടൻ, ദേവിക ചേച്ചി, പിന്നെ ഞങ്ങളുടെ പിള്ളേർ, ഞങ്ങളെല്ലാവരും കൂടിയായിരുന്നു പോയിരുന്നത്. അത്യാവശ്യം നല്ല വൈബൊക്കെ തന്നെയായിരുന്നു. ഞങ്ങൾ തായിഫിലെത്തി ആദ്യം തന്നെ റൂം എടുക്കാനാണ് പോയത്. ഫസ്റ്റ് ഞങ്ങൾ റൂം കണ്ടായിരുന്നു. അവിടെ ഞങ്ങൾക്ക് ഒട്ടും ഇഷ്ടമായില്ലായിരുന്നു. അതായത് ഞങ്ങൾ വിത്ത് അറ്റാച്ച്ഡ് സ്വിമ്മിങ് പൂളായിരുന്നു നോക്കിയിരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. സോ ഞങ്ങൾ അവിടെ നിന്ന് മാറി വേറെ സ്ഥലത്ത് നോക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും കൂടി വേറെ സ്ഥലത്തേക്ക് പോയി. സോ പോകുന്ന വഴി ഞങ്ങൾ അവിടെ ഒരു കോഴി ഫാം കണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങൾ കുറേ മുട്ട വാങ്ങിച്ചായിരുന്നു കേട്ടോ. അത്യാവശ്യം അഫോർഡബിൾ റേറ്റിന് നമുക്ക് മുട്ട കുറച്ച് കിട്ടിയായിരുന്നു. സോ ഈ ചേട്ടൻ അടിപൊളിയായിരുന്നു കേട്ടോ. അവരുടെ ലൈഫൊക്കെ കാണുമ്പോൾ ശരിക്കും സങ്കടമാവും. ഞങ്ങൾ പിന്നെ റൂം എടുക്കാതെ നേരെ പോയത് സ്ട്രോബെറി ഫാമിലേക്കായിരുന്നു. അത്യാവശ്യം സ്ട്രോബെറി ഫാം കാണാനുണ്ടായിരുന്നു കേട്ടോ. മൾബറീസും സ്ട്രോബെറീസും എല്ലാം ഉണ്ടായിരുന്നു. നമുക്ക് മൾബറീസ് നമുക്ക് അവിടെ നിന്ന് പറിക്കാൻ പറ്റിയിരുന്നു. അത്യാവശ്യം ഞങ്ങൾ കഴിച്ചു കേട്ടോ മൾബറീസ് പറിച്ചിട്ട്. നല്ല പുളിയായിരുന്നു മൾബറീസിന്. പക്ഷേ സ്ട്രോബെറീസ് നമ്മൾ ഈ യൂട്യൂബിലൊക്കെ കണ്ടിട്ടായിരുന്നു ഞങ്ങൾ പോയത്. സ്ട്രോബെറി ഫാമിൽ കയറി സ്ട്രോബെറി പറിക്കാമെന്നൊക്കെ ആയിരുന്നു. പക്ഷേ സ്ട്രോബെറി പറിക്കണതിന് നമുക്ക് എക്സ്ട്രാ പൈസ നമ്മൾ പേ ചെയ്യണമായിരുന്നു. അവിടെ കയറുന്നതിന് എക്സ്ട്രാ പൈസ നമ്മൾ പേ ചെയ്യണം. അതുകൂടാതെ തന്നെ എക്സ്ട്രാ പേയ്മെൻറ്റ് നമ്മൾ സ്ട്രോബെറി പിക്ക് ചെയ്യണതിന് നമ്മൾ കൊടുക്കണമായിരുന്നു. സോ ഞങ്ങൾ സ്ട്രോബെറി പിക്ക് ചെയ്തില്ല. ഞങ്ങൾ അവിടേക്ക് നടന്ന് കണ്ടു, കുറേ മൾബറീസൊക്കെ കഴിച്ചു. സ്ട്രോബെറി ഫാമിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് റൂമിലേക്കായിരുന്നു. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റൂമായിരുന്നു അത്. ഒരു റിസോർട്ടായിരുന്നു, വിത്ത് സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കാണാൻ. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ആ റിസോർട്ടിൻ്റെ എൻട്രൻസ് വരുന്നത് ഇങ്ങനെയായിരുന്നു. റൈറ്റ് സൈഡിലായിട്ട് സ്വിമ്മിംഗ് പൂളും ലെഫ്റ്റ് സൈഡിലായിട്ട് കാർ പോർച്ചും ആയിരുന്നു.
അത്യാവശ്യം നല്ല റേറ്റിംഗുള്ള റിസോർട്ട് തന്നെയായിരുന്നു. നല്ല വൈബായിരുന്നു കേട്ടോ അവിടെ. കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു സോഫ സെറ്റ് പോലെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ റിസോർട്ടിൻ്റെ എൻട്രൻസ് വന്നിട്ട് നല്ല രസമായിരുന്നു കാണാൻ. ആദ്യം തന്നെ നമ്മൾ പോകുന്നത് ഒരു ഓപ്പൺ കിച്ചണിലേക്കാണ്. അത്യാവശ്യം നല്ല ഭംഗിയായിരുന്നു ഓപ്പൺ കിച്ചൺ കാണാൻ. പിന്നെ റൈറ്റ് സൈഡിലായിട്ട് ഒരു റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം. എനിക്കിവിടെ ഈ റിസോർട്ടിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ ലിവിങ് സ്പേസ് ആയിരുന്നു. നല്ല രസമായിരുന്നു അവിടെ കാണാൻ. പിന്നെ എല്ലാവരും സ്വിമ്മിംഗ് പൂളിലൊക്കെ ഒന്ന് കുളിച്ച് എല്ലാവരും ഫ്രഷായി അടിപൊളിയായിരുന്നു. സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ ടാറ്റാ ബൈ.